വെച്ചാൽ ഞാൻ ഇപ്പൊ ഉള്ളതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഭയങ്കര ക്രിയേറ്റീവ് കൗമ് എന്നൊക്കെ പറഞ്ഞ മൂഡിലാണ് ചില അങ്ങനത്തെ ആൾക്കാരാണ് അവരുടെ കൂടെയാണ് വളരെ കുറച്ചുള്ളെങ്കിലും അവരാണ് പല പല ഏരിയകളിൽ പണിയെടുക്കുന്നവരാണ്. അപ്പൊ അവരെ കൂടെ ഉള്ളതിൽ എന്നെ വളരെയധികം ആകർഷിച്ചൊരു മേഖല ഒരു തിരക്കഥാകൃത്ത് ആവാ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കഥകൾ ഫിക്ഷനിൽ ഉണ്ടാക്കിയിട്ടാണ് ഈ പാട്ടുകളൊക്കെ എഴുതുന്നത്. അപ്പൊ എനിക്ക് തന്നെ അതിനൊരു സിനിമ എന്നുള്ള ലേബലിലൊക്കെ അതിനൊന്നും ഞാൻ ഓഫ് കോഴ്സ് എനിക്കുണ്ട് ഡയറക്റ്റ് ചെയ്യാമെന്ന് കൂടിയുണ്ട്. അല്ല ഐ എം സ്ട്രോങ്, ഐ എം കോൺഫിഡന്റ്. അതിൻ്റെതായ പാത സ്വീകരിച്ചിട്ട് ഇൻഷാള്ള യോഗം വിധിയുണ്ടെങ്കിൽ അതിലുണ്ട്. അങ്ങനെ ഒരു പടം വരികയാണെങ്കിൽ ഇപ്പൊ ഡെപ്സി പറഞ്ഞ പോലെ തന്നെ ഡെപ്സിന്റെ മണ്ണിന്റെ മണമുള്ള മലപ്പുറം കഥയാവുമോ അതോ ഒരു റാപ്പറിന്റെ ജീവിത കഥയാവുമോ, ഏത് രീതിയിലുള്ള ജേണൽ നമുക്ക് പ്രതീക്ഷിക്കാം? എനിക്ക് തല്ല് ഭയങ്കര അമ്മോ അടിപിടി ഏത് സാധനം ഒരു പരിപാടി മനസ്സിലുണ്ട്, അങ്ങനെ ഇടയ്ക്ക് കുറിക്കുന്നുണ്ട്. പിന്നെ ഒരു വെല്ലുമാളൊരു പരിപാടി ഉണ്ട്. കുറെ സാധനം മനസ്സിൽ അപ്പൊ പാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കല്ല. നമ്മൾ അനുഭവിച്ച കുറെ സാധനങ്ങൾ സിനിമയിലൂടെ ഒക്കെ നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയുള്ളൂ. ഞാനൊരു പാട്ട് ചെയ്യുമ്പോൾ 3 മിനിറ്റാ, അതല്ലല്ലോ ഒരു സിനിമ. ഒരു സിനിമയിലേക്ക് പോകുമ്പോ 2.5 മണിക്കൂർ ടു 3 മണിക്കൂർ വേണമെങ്കിൽ 3.5 മണിക്കൂർ ആൾക്കാരെ കൊണ്ടുപോകാം. അതിനെന്ന് ഞാൻ പാകപ്പെടുന്ന എനിക്ക് ബോധ്യമാവുമ്പോ ഞാൻ പുറത്തു വരും, ഇറക്കിയിരിക്കും. അല്ല, എല്ലാ വ്യക്തികളും എല്ലാ പടം ഉണ്ടായിരിക്കുന്ന ചൂണ്ടവരലില്ല. ഫാഫയെ നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാമോ? നടാത്ത തയ്യാണ് നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നട്ടിട്ട് ചിലപ്പോ ഇത് കണ്ടിട്ടായിരിക്കും ഫാഫ ചോദിക്കാണ് പടം മോനെ പടം ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്ന് കേട്ടു. കഥകൾ മനസ്സിലുണ്ട്. കാര്യം നമ്മൾ അത്രയും മണ്ണിൽ ജീവിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ കാണുവരായിട്ടൊക്കെ വർത്താനം പറയും. യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അന്ന് എവിടെ ഇങ്ങനെ ഒരു അനുഭവിക്കുന്നതാണ് ഒരു യാത്ര. അപ്പൊ പാകപ്പെടണം അതിനൊക്കെ. ചിലപ്പോ അത് ഒരിക്കലും മുളക്കാത്തൊരു തയ്യാണ്. പക്ഷെ മനസ്സിലാകാത്തൊരു സ്വപ്നം തീർച്ചയായിട്ടും. പിന്നെന്താ പിന്നെ വേറൊരു കാര്യം എനിക്ക് ഡൗട്ട് ഉള്ളത്, ഡബ്സി എന്ന് പറയുന്ന പേര് അത് ഒരു സ്ഥലത്ത് ഞാൻ കേട്ടു ഡബ്ബാന്ന് ഡബ്ബൂന്ന് അങ്ങനെ എന്തോ വിളിച്ച്. 2 സംഭവമാണ് അതിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്ന് എന്റെ നാട്ടില് മൊയ്തുണിക്ക മൂപ്പര് നിര്യാതനായിരിക്കും. അപ്പൊ ആ ഒരു ആളെ നാട്ടുകാരൊക്കെ അഭിസംബോധന ചെയ്തതിന് ആ ഒരു പേരിലാണ് ഡബ്ബക്ക എന്ന് പറഞ്ഞ. അതുപോലെ തന്നെ ആ സമയം എന്റെ ചൈൽഡ്ഹുഡ് ഒരു 7th അല്ലെങ്കിൽ 6th അർത്ഥത്തിലുണ്ട്. നമ്മുടെ നാട്ടിലെ ടിഫിന്റെ കൂടെ നമ്മൾ കൊണ്ടുപോകണ ചോറ്റും പാത്രത്തിന് കൂടെ കൊണ്ടുപോകണ എനിക്ക് കുറച്ചധികം ചെറിയ ചെറിയ ഡബ്ബകളുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതിങ്ങനെ വന്ന് ഡബ്ബ ആദ്യം കേൾക്കുമ്പോൾ ഒരു അസ്വാരസ്യതകളിൽ നിന്നും അതിനെ ഞാൻ ഭയങ്കരമായ സ്വീകരിക്കാൻ തുടങ്ങി. പിന്നെ അത് ഞാൻ എൻ്റെ ഒരു ആർട്ടിസ്റ്റ് നെയിമായിട്ട് ഇങ്ങനെ എല്ലാവരും വിളിക്കലതായി. ഫാസിൽ എന്നുള്ള പേര് മാറി പലരിന്റെ യഥാർത്ഥ നാമം അറിയാത്ത അവസ്ഥ വരെ. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടിൽ ഡേറ്റ് നോബഡി നോസ്. എന്റെ ശരിക്കുള്ള പേര് മുഹമ്മദ് ഫാസിൽ അൻവി എന്നാണ്. എല്ലാരും പേര് ഡബ്സിന്നോ അല്ലെങ്കിൽ സംതിങ് ആണെന്ന് വിചാരിക്കും. അപ്പൊ അത് ചൈൽഡ്ഹുഡ് ആ ഒരു സ്കൂൾ ടൈമാണ് അതിന്റെ റീസൺ.